പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയാം, എൻ്റെ വീഡിയോയിൽ ഒരുപാട് വീഡിയോസിൽ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്, കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് റീപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ റീപ്ലൈ ചെയ്യാമെന്ന് പറയുന്നതിനൊരു പരിമിതിയുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കാരണം ചെറിയ രീതിയിൽ എന്തൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അത്തരത്തിലുള്ള കുറേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മറുപടികൾ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. കാരണം വീഡിയോയിൽ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ മറുപടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാത്തവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ദയവ് ചെയ്ത് അതിൻ്റെ കൂടെയുള്ള ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. കാരണം ലൈക്കൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒന്നും നമ്മളെ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്, അടിപൊളി വീഡിയോ ആണ്. കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിൽ കാണുന്നത് 1 2 3 4 5 ഹാഫ് kg വാനില സ്പോഞ്ച് കേക്കാണ് നിങ്ങൾ കാണുന്നത്. അതിലിതാ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പാക്കറ്റ് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കേക്കല്ല, ബാക്കി വൈഫ് ഒരു ഭാഗത്തുനിന്ന് ബേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 10 കേക്കാണ്, ഒരു 9 ഹാഫ് kg ഒരു 1 kg ഉള്ള കേക്കാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് തരുന്ന ഒരു ഓർഡറാണ്. അതായത് അവർ സ്പോൺസർ ചെയ്യുന്നതാണ്. അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അവരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കേക്ക് കൊടുക്കുന്നതാണ്. അവർ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം മുതലാണ് എനിക്കത് തരാൻ തുടങ്ങിയത്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡെലിവറി ചാർജ് കൂടി അവർ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ഒരു ദിവസം ചെയ്തെടുത്ത ഒരു സംഭവമാണ്, വളരെ സ്പീഡിൽ. കാരണം കുറച്ച് കാലങ്ങളായിട്ട് കേക്കിൻ്റെ ഓർഡറൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു കേക്കും കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ളൊരു ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്, വലിയൊരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ചെയ്യുകയാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യുന്നത്. എല്ലാം ഇതിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അത് പലരും പല രീതിയിലാണ് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പിൻ്റെ അകത്തും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആവും. പിന്നെ നമ്മൾ ഫില്ലിങ്സിൻ്റെ ഇടയിൽ കുറച്ച് നട്ട്സ്, അവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, നട്ട്സ്, പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സോ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ വൈഫ് ഇങ്ങനെ അടുത്തടുത്ത കേക്കുകൾ ഇങ്ങനെ റെഡിയാക്കി ബേക്ക് ചെയ്ത് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള കേക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തത്. ഞാനിപ്പോൾ മുമ്പേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കാറ്. അത് ബീറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളൊരു സാധനമാണ്. നമുക്ക് പേടിയില്ലാതെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാവർക്കും. അപ്പം ഞാൻ ഇത്രയും കേക്കുകൾ ചെയ്തെടുത്തത് ഹാഫ് kg ആണ്, എന്നാലും ഇത്രയും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 6 ഹാഫ് kg കേക്കുകളാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ മറ്റുള്ള കേക്കും കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് വൈഫ് ബാക്കിയുള്ള കേക്ക് കൂടി ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം, അതായത് കേക്ക് എത്ര പീസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. 100 പീസ് കേക്ക് ചെയ്യാൻ 100 പീസ് കിട്ടാൻ എത്ര കിലോ കേക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നത് 150 അല്ലെങ്കിൽ 200 പീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിന് എത്ര കേക്ക് വേണ്ടി വരും, 120 പീസിന് എത്ര കേക്ക് വേണ്ടി വരും, അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അതിനെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്ക് കേക്ക് പല വിധത്തിൽ ചെയ്യാം. ചില ആളുകൾക്ക്
അവർക്കൊരു പേരിനൊരു കേക്ക് കൊടുത്താൽ മതി. അവർക്ക് ചിലപ്പോൾ 2 ലെയർ മാത്രം മതിയാവും. മറ്റുള്ള ചില ആൾക്കാർക്ക് 3 ലെയർ തന്നെ വേണ്ടി വരും. എന്നാൽ കൂടുതൽ ഹൈറ്റ് വേണ്ട എന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കേക്കിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് 2 കിലോ കേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 2 കിലോ, അതായത് ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലൊക്കെ ഒരു 2 കിലോ കേക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ 4 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി അതെല്ലാം 3 ലെയർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. 4 ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലെയറിൽ മാത്രമായിട്ടുള്ള കേക്ക് ആണെങ്കിൽ നമുക്ക് നല്ല വീതിയും നീളവും ഒക്കെ കിട്ടുന്ന കേക്കാവും. അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ 2 കിലോൻ്റെ ആ ഒരു വലിപ്പത്തിൽ 2 കേക്കാവും. ഓക്കെ. അപ്പോൾ ഒരു കേക്കിൻ്റെ അകത്തു നിന്ന് നമുക്ക് മാക്സിമം എത്ര പീസ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5 × 6, അതായത് ഒരു ഭാഗം 5 ഒരു ഭാഗം 6 ആയിട്ട് 30 പീസ് വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ഒരാൾക്ക് കേക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനെങ്കിലും ഉള്ള ഒരു വലുപ്പമെങ്കിലും വേണമല്ലോ. അപ്പോൾ ഒരു 5 × 6 ആകുമ്പോൾ ഒരു 10 × 10 ഇഞ്ച് 10×10ൻ്റെ സ്ക്വയർ ടിന്നിലുള്ള കേക്കിന് നമുക്കൊരു 30 പീസ് എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. ഇനി അതെല്ലാം 3 പീസാണെങ്കിലും കുറച്ച് കേക്കിൻ്റെ ഹൈറ്റ് കൂടും. ഇനി അത് നമുക്ക് തൂക്കം കുറക്കണം എന്നുണ്ടെങ്കിൽ സെയിം ടിന്നിൽ 10×10ൻ്റെ ഇതിൽ തന്നെ 1.5 കിലോ കേക്ക് ചെയ്താലും മതി. എന്നിട്ട് അതിനെ 3 ലെയർ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ 30 പീസെങ്കിലും എന്തായാലും കിട്ടും. ഇനി 6 36 പീസ് വേണമെങ്കിൽ ചെയ്യാം. വളരെ ചെറിയ പീസായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് ഏകദേശം എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് 1.5 കിലോ വേണമെങ്കിൽ ചെയ്യാം, 2 കിലോയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി 2 കിലോ കേക്ക് ചെയ്തിട്ട് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 2 കേക്ക് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അത് ജോയിൻറ്റ് ചെയ്തിട്ട് ഒറ്റ കേക്ക് പോലെ ആക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഏകദേശം മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻറ്റുകൾ കാണാതിരുന്നിട്ടല്ല, കമൻറ്റിൽ റിപ്ലൈ തരാതിരുന്നതല്ല. കാരണം റിപ്ലൈ തരുമ്പോൾ നമുക്കതിനൊരു പരിമിതിയുണ്ട്. ഒരുപാട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ അതിനുള്ള മറുപടിയായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദയവേത് കമൻറ്റിൽ റിപ്ലൈ തരാത്തതിന് വിഷമമൊന്നും തോന്നരുത്. അത്യാവശ്യം എനിക്ക്, അതായത് കമൻറ്റിലൂടെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് തോന്നുന്ന കമൻറ്റുകൾക്ക് ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. എല്ലാ കമൻറ്റുകൾക്കും ഒരു ഹേർട്ട് കൊടുക്കാറുണ്ട്, ലൈക്ക് കൊടുക്കാറുണ്ട്. കാരണം നമ്മളൊക്കെ ചെറിയ യൂട്യൂബേഴ്സാണ്. പ്രത്യേകിച്ച് വലിയ ആളായാൽ അങ്ങനെ ചെയ്യില്ല എന്നല്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്കൊക്കെ വളരെ കുറച്ച് മാത്രമേ കമൻ്റ് ആയാലും ഈ പറയുന്നത് പോലെ ലൈക്ക് ആയാലും എല്ലാം വരാറുള്ളൂ. അപ്പോൾ ആരാണ് എന്താണ് കമൻറ്റുകൾ വരുന്നത് എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 കേക്കുകളാണ്. അത് കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത്, തീരെ ഇല്ലാത്തൊരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വലിയൊരു അനുഗ്രഹമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് വേറെ വലിയ ഇതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഇമ്പോസിഷൻ എഴുതണം. മനസ്സിലായോ? എല്ലാ കേക്കിൻ്റെ മേലെയും എഴുതേണ്ടത് ഒരേ സംഭവം തന്നെയാണ്, സീസൺസ് ഗ്രീറ്റിങ്സ്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്യുന്നവരുടെ പേര്. അപ്പോൾ ഈ ഒരു സംഭവം പാക്ക് ചെയ്തിട്ട് ഓരോ വീടുകളിലേക്ക് അവരുടെ ലൊക്കേഷനും ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് എൻ്റെ ഡ്യൂട്ടി. ഓക്കെ. അപ്പോൾ അത് ഇപ്പോൾ ഓൾറെഡി ഇത് കേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് സന്തോഷമാണ്. കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം മിൽക്കി നട്ട് കേക്കായിരുന്നു ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടി ഇതിനേക്കാൾ കുറച്ചുകൂടി സ്വീറ്റായിട്ടുള്ള, അതായത് നല്ല മധുരമുള്ളൊരു സംഭവം ആണല്ലോ അത്. ഒരുപാട് മധുരമുള്ള, ഇതിന് മേലെ വൈറ്റ് ചോക്ലേറ്റ്. അത് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെയാണ്, കൂടുതലും പ്രായമുള്ളവരുടെ വീടുകളിലേക്കാണ് ഇത്തരത്തിലുള്ള കേക്കുകൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓവർ മധുരം വരുമ്പം
കുറച്ചൊരു പ്രയാസമുള്ളതുപോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ ഒരു രീതിയിലേക്ക് മാറിയത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളെൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇനി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. കേക്ക് കുറച്ച് ഓർഡറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, വ്യത്യസ്തമായ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ ഒരു ടിപ്പ് കൂടി പറയാം. നമ്മുടെ ഫ്രിഡ്ജിൽ ഇത്രയും കേക്കുകൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നുള്ളത് കൂടി ഞാനിതാ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചില തട്ടുകളിലേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെയുണ്ട്. അതിൻ്റെ ഡോറിൻ്റെ മേലെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ഉണ്ടാവുമല്ലോ, ആ സാധനം അഴിച്ച് മാറ്റി വെച്ചാൽ മതി തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മൾ പുറത്തായത് അത് അവിടെ ടച്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരും.